ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു നോമ്പ് കാലത്തിലൂടെ നാം വീണ്ടും കടന്നു പോകുന്നു. നോമ്പ് ജയത്തിന്റെ അടയാളമാണ്. ശത്രുവായ സാത്താന്റെ മുമ്പിൽ തോൽക്കാത്ത ആയുധവുമാണ് നോമ്പ്. ഇന്ന് നോമ്പിന്റെ 30-ാം ദിവസമായി തിരുവചന ധ്യാനത്തിനായി ലഭിച്ച ചിന്താവിഷയം ക്രിസ്തു കരുണയുടെ സംഗീതം. തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. 38 വർഷമായി രോഗിയായി കിടന്ന ഒരു മനുഷ്യനെ ബേത്സേദ കുളത്തിനരികെ വെച്ച് യേശു സൗഖ്യമാക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശു ചെയ്ത 3-ാമത്തെ അടയാളമായി ഇതിനെ കണക്കാക്കുന്നു. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നയിക്കുന്ന നാഥനെ നാം ഇവിടെ കാണുന്നു. ബേത്സേദ എന്ന കുളത്തിന്റെ കരയിൽ ആയിരുന്നു രോഗിയായ ഈ മനുഷ്യൻ കിടന്നിരുന്നത്. ബേത്സേദ എന്ന വാക്കിന്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ്. എന്നാൽ പേരിൽ മാത്രമാണ് കരുണ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ രോഗി മനുഷ്യരാശിയുടെ പലവിധമായ പ്രയാസങ്ങളുടെയും നേർക്കാഴ്ചയായി കണക്കാക്കുവാൻ നമുക്ക് സാധിക്കും. 38 വർഷമായി ആരും സഹായിക്കാനില്ലാതെ രോഗിയായി കിടന്ന മനുഷ്യൻ ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കുമ്പോൾ തന്നെ അതിൽ ഇറക്കുവാൻ ആരും മനസ്സു കാണിക്കുന്നില്ലെന്ന് നിരാശയും പേറി ഏറിയ കാലമായി ആ മനുഷ്യൻ കുളക്കരയിൽ കിടക്കുന്നു. ഇവിടെ തന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച രോഗിയുടെ അടുക്കൽ യേശു കടന്നു വരുന്നു. നിരാശകളുടെയും പ്രതിസന്ധികളുടെയും വേദനകളുടെയും അപ്പുറം സൗഖ്യത്തിന്റെ വലിയൊരു ലോകമുണ്ട് എന്ന് മനസ്സിലാക്കി തരുവാനും അതിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തുവാനും രക്ഷകനായ യേശുവിന് സാധിക്കും എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ പ്രവൃത്തികളെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന നോമ്പിന്റെ ഈ നാളുകളിൽ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുന്നതിന് വേണ്ടിയാണ് അവൻ തന്നെത്താൻ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത് എന്ന് നാം ഓർക്കുക. യേശുവിന്റെ അപ്രതീക്ഷിതമായ ഇടപെടൽ രോഗിയായ ആ മനുഷ്യന് പ്രത്യാശയുടെ ഒരു പുതുവെളിച്ചം പകർന്നു നൽകുന്നു. അപ്രകാരം കർത്താവിന്റെ ആ ഒരു ഇടപെടലിനായി ഒരുങ്ങുവാനും കർത്താവിനെ നമ്മുടെ ഉള്ളങ്ങളിലേക്ക് സ്വീകരിക്കുവാനും നോമ്പിന്റെ ഈ കാലയളവിൽ നാം നമ്മെ തന്നെ ഒരുക്കണം. കാണാത്തതിനെ കാണുന്നവനാണ് യേശു എന്ന് നാം ഇവിടെ കാണുന്നു. രോഗിയായ മനുഷ്യനെ കാണുവാനോ സഹായിക്കുവാനോ ആരും അവിടെ വരുന്നില്ല. ഒരു പക്ഷേ ആരും അയാളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ ഇവിടെ യേശു ആ മനുഷ്യനെ കാണുന്നു. ആ മനുഷ്യന്റെ വേദന മനസ്സിലാക്കി അദ്ദേഹത്തെ സൗഖ്യമാക്കുന്നു. ഒരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം അയാൾക്ക് ഇപ്രകാരം ഒരാളിൽ നിന്ന് കരുണ ലഭിക്കുന്നത്. മറ്റുള്ളവർ കാണാതിരുന്നാലും തള്ളിപ്പറഞ്ഞാലും ഉപേക്ഷിച്ചാലും നമ്മെ കണ്ടെത്തി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ വേദഭാഗം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഉള്ളതുപോലെ നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്നവനാണ് നമ്മുടെ നാഥൻ. നമ്മുടെ പ്രാർത്ഥനയും ധ്യാനവും ഒരിക്കലും നമുക്ക് വേണ്ടി മാത്രമാകരുത്. ആരും കാണാതെയും ശ്രദ്ധിക്കപ്പെടാതെയും ഒറ്റപ്പെട്ടും പോയ അനേകരുണ്ട് ഈ ലോകത്തിൽ. അങ്ങനെയുള്ളവരെ കൂടി ഓർക്കുവാനും കരുതുവാനും നോമ്പിന്റെ ഈ നാളുകളും നമ്മുടെ ജീവിതവും നാം പ്രയോജനപ്പെടുത്തണം. രക്ഷയുടെ അനുഭവത്തിൽ പ്രവേശിക്കണമെങ്കിൽ മാനസാന്തരവും മനസ്സൊരുക്കവും നമ്മിൽ ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിൽ പ്രവേശിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയുടെ സംഗീതവും ഉറവിടവും ആകുന്നു എന്നുള്ള ഉറപ്പ് നമുക്ക് ഈ തിരുവചനം നൽകുന്നു. എല്ലാ രോഗങ്ങളെയും വേദനകളെയും സൗഖ്യമാക്കുന്ന യഥാർത്ഥ സൗഖ്യത്തെ അനുഭവിപ്പാനും ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിക്കുവാനും സ്വീകരിക്കേണ്ടവയെ സ്വീകരിക്കുവാനും കൈക്കൊള്ളേണ്ടവയെ കൈക്കൊള്ളുവാനും ഈ നോമ്പിന്റെ കാലയളവിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.